സത്യത്തിൽ നമ്മൾ കുറേ കാലമായിട്ട് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് നോക്കാറുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന പുതിയ ഡിജിറ്റൽ മീഡിയ മുന്നേറ്റങ്ങളെ കുറിച്ചിട്ട് പണ്ട് മുതലേ അതിൻ്റെ അകത്ത് അപ്ഡേഷനുകൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം 2021-22 കാലമാകുന്നപ്പോഴത്തേക്ക് AI ജനറേറ്റീവ് AI ആവുന്നു. അതുവരെ മെഷീൻസിന് മാത്രമേ ഈ എന്താ പറയുക എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് ജനറേറ്റീവ് AI, ജെൻ AI എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മളെപ്പോലത്തെ കോഡിങ് അറിയാത്ത, അതുവരെ കോഡിങ് അറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 2021 ഓപ്പൺ AI വരുന്നു, സാം ആൾട്ട്മാൻ്റെ ChatGPT ലോകം മുഴുവൻ ഭയങ്കര പോപ്പുലർ ആവുന്നു. അതിനുശേഷം ആണ് ഈ ഫിലിം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ ഞാൻ പേഴ്സണലി ആരംഭിച്ച റിസർച്ച് എൻ്റെ അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പം അന്ന് വളരെ വേഗമായിട്ടുള്ള മനുഷ്യന്മാർക്ക് 6 വിരലുകൾ, മനുഷ്യന്മാരുടെ മുഖമൊന്നും അത്ര കൃത്യമൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ റിസൾട്ടുകളായിരുന്നു വന്നത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് മൊബൈലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അടുത്ത വർഷം ഇത് വളരെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനസ്സിൽ അന്നേ തോന്നിയിരുന്നു 2021. അവിടെ നിന്ന് വരുന്ന മാറ്റം എന്ന് വെച്ചാൽ അതിഗംഭീരമായ മാറ്റമായിരുന്നു. ഇപ്പം ഇന്ന് എത്തി നിൽക്കുന്ന മാറ്റം വെച്ചാൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കുള്ള വിഷ്വലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ കേപ്പബിലിറ്റി മാറി. അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിക്കൂടാ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ അതായത് മലയാള സിനിമയിലെ റിസോഴ്സ് പേഴ്സൺസും സിനിമ പഠിപ്പിക്കുകയും AI ടെക്നോളജി നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇതിനെ രണ്ടിനെയും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇതാണ് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള നമ്മുടെ സംരംഭം. ഇത് മലയാളികളുടെ പല ഭാഗത്തു നിന്നുള്ള, ഗ്ലോബലി പല ഭാഗത്തു നിന്നുള്ള മലയാളി, UK-ലും US ഒക്കെയുള്ള ആളുകൾ നമ്മളുമായിട്ട് നമ്മുടെ ഇത് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൺലൈൻ കോഴ്സായിട്ടാണ് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ടാണ്, 3 മാസം നീണ്ടിരിക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.